ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി. ഇപ്പോൾ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ ടി വിയിൽ കാണാനല്ലോ. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെയുണ്ട്. അതൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുഴയണം. ഇത് കൂടാതെ DYFI ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം. ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്കോളമേക്കാണ് ഈ നടക്കുന്ന മുഴുവൻ സേഫ് ഏരിയയിലാണ്. ആശുപത്രിയിൽ അവിടെ കൊണ്ട് ദുഃഖത്തിന്റെ നടുവിൽ പൊട്ടിക്കരയുന്ന പാവപ്പെട്ട വയനാടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് നടുവിൽ അവരുടെ ദുഃഖവും ദുരിതവും വേദനയും പ്രയാസവും കണ്ടിട്ട് കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്നുകൊണ്ട് നൂറുകണക്കിനോളം രക്ഷാപ്രവർത്തകർ തന്റെ ഭക്ഷണവും തന്റെ ഉറക്കവും തന്റെ എല്ലാം മാറ്റിവെച്ചിട്ട് അഹോരാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് വയനാട് ദുഃഖം അനുഭവിക്കുന്ന പാവങ്ങൾക്കൊരു സ്വാതന്ത്ര്യമാകുവാൻ വേണ്ടി അഹോരാത്രം നിസ്വാർത്ഥമായി കഷ്ടപ്പെടുമ്പോൾ ആ കഷ്ടപ്പെടുന്ന രക്ഷാപ്രവർത്തകർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും ആ വസ്ത്രത്തിന്റെ പിന്നിൽ കാണുന്ന പേരിലും AC റൂമിന്റെ അകത്ത് ശീതീകരിച്ച AC റൂമിന്റെ അകത്ത് ഇരുന്നുകൊണ്ട് വർഗീയതയുടെയും വംശീയതയുടെയും വിഭാഗീയതയുടെയും വേണ്ടാധീനങ്ങൾ വർഗീയമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കാട്ടിൽ വസിക്കുന്ന കാട്ടാടയുടെ കണ്ണിൽ നിന്ന് പോലും കഥനകഥയുടെ കറുത്ത ചിത്രം കണ്ടിട്ട് കണ്ണുനീർ തടം തല്ലി ആർത്തൊഴുകുന്ന സമയത്ത് പോലും നാൽക്കാലിയായ മൃഗത്തിന്റെ മനസ്സ് പോലും അലിഞ്ഞു പോകുമ്പോൾ ഇരുകാലിയാണെന്ന് പറയപ്പെടുന്ന മനുഷ്യനാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അധപതനത്തിന്റെ പാപം. അതുകൊണ്ട് ഇത് കേരളമാണ്. ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം നോക്കി ആ നിറത്തിൽ പോലും വർഗീയമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ ഇത് മലയാളികളുടെ നാടാണ്. ഇവിടെ പ്രതിസന്ധികൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും പേമാരിയുടെ രൂപത്തിൽ വന്നുകൊണ്ട് മനുഷ്യ മനസ്സിനെ പോലും പിടിച്ചു കുലുക്കുവാൻ ശ്രമിച്ചാലും ആ സമയത്തും തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, വർഗം നോക്കാതെ, ഏത് രാഷ്ട്രീയത്തിന്റെ കൊടിയാണെന്ന് പോലും നോക്കാതെ ഒരുമയോട് തോളുകൾ ചേർന്ന് നിന്നുകൊണ്ട് സ്നേഹത്തോടുകൂടി ദുഃഖിക്കുന്നവന്റെ കണ്ണുനീരൊപ്പുവാൻ വേണ്ടി കരങ്ങൾ കോർക്കുന്ന മനുഷ്യത്വമുള്ള മനുഷ്യന് പിറന്ന മലയാളിയുടെ നാടാണ് ഈ നാട്. ഇവിടെ വർഗീയതയുടെ വിഷവിത്തുകൾ പാകിയാൽ അത് മുളക്കാൻ കുറച്ച് പാടാണ്.